പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഇ ഡി. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെ 2,35,00,000 രൂപ ഇ ഡി മരവിപ്പിച്ചു. ജനസേവാ സമിതിയുടെ അക്കൗണ്ടിലെ 1,69,00,000 രൂപയും ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലെ 1 ലക്ഷത്തോളം രൂപയുമാണ് മരവിപ്പിച്ചത്. റെയ്ഡിന് പിന്നാലെയാണ് ഇ ഡിയുടെ നടപടി. നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് എന്നായിരുന്നു ലാലി വിൻസെന്റിന്റെ പ്രതികരണം. കൊച്ചിയിൽ നിന്നും എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, എന്തായാലും തകൃതിയായിട്ട് അന്വേഷണം മുന്നിലേക്ക് പോകുന്നു. കൂടുതൽ വിവരങ്ങൾ മുന്നിലേക്ക് വരികയും ചെയ്യണം ഇനി ഓരോ ദിവസങ്ങളിലും. ഇന്ന് വലിയ രീതിയിലുള്ള റെയ്ഡാണ് നടന്നത്. അതിന് പിന്നാലെ ഇ ഡിയുടെ നടപടികൾ എങ്ങനെയാണ്? പൂജ, വളരെ സുപ്രധാനമായിട്ടൊരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡായിരുന്നു. ആ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. 4 കോടിയിലധികം രൂപ ആകെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെ 2.35 കോടിയോളം രൂപയാണ് മരവിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ ജനസേവാ ട്രസ്റ്റ് ഉണ്ട് പറവൂരിലെ, നോർത്ത് പറവൂരിലെ. അവിടെ അവരുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.65 കോടിയോളം രൂപ മരവിപ്പിച്ചതായാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലെ 1,15,000 രൂപയും മരവിപ്പിച്ചതായി ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നു. വളരെ സുപ്രധാനമായ നീക്കമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ റെയ്ഡിൽ 12 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് ഇ ഡി. അവിടെ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഡിവൈസ്, കേസുമായി ബന്ധപ്പെട്ട എവിഡൻസ് ആണ് അത് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണമിടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യും. എന്തായാലും രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴാണ് ഏറെക്കുറെ അവസാനിച്ചത്. ഇതിലാണ് ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യാനും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകും. ഈ ജനസേവാ ട്രസ്റ്റ് അവിടെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അതിന്റെ ഭാരവാഹികൾ പ്രതികളുമാണ്. എന്തായാലും കൂടുതൽ പേരിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തും വരും ദിവസങ്ങളിൽ എന്നാണ് ഇതിലൂടെയൊക്കെ അറിയാൻ കഴിയുന്നത്. രാഗി, നമുക്ക് തന്നെ അറിയാം, എപ്പോഴും നമ്മൾ പറയുന്നതാണ് തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആ രീതിയിൽ ഇ ഡിക്കായാലും ക്രൈംബ്രാഞ്ചിനായാലും കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യവും അവരുടെ മുന്നിലുണ്ട് കൃത്യമായിട്ട് തന്നെ. അപ്പോൾ ഇനി നാളെ മുതലുള്ള അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾ മുതലുള്ള നടപടികളും വേഗത്തിലാക്കേണ്ടതുണ്ട്. ഈ ആളുകളെ ചോദ്യം ചെയ്യുക, മറ്റ് റെയ്ഡുകൾ ഇനി നടത്തുക, ഈ തലത്തിലേക്ക് ഇനി നീക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നാളെ തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇന്ന് നടന്ന റെയ്ഡിന് പിന്നാലെ മറ്റെന്തെല്ലാം വിവരങ്ങൾ ലഭിച്ചിരുന്നു? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുകയാണ്, ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതിലാണ് ഈ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതകളും ഏറെയാണ്. നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തകൃഷ്ണന്റെ അറസ്റ്റാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത്. മറ്റ് കേസുകൾ എടുത്തിട്ടുണ്ട്, അതിൽ പലരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദകുമാറാണ് 1ാം പ്രതി. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് ഉടൻ പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കാൻ കഴിയുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും 2 ഏജൻസികൾ, ഒന്ന് സംസ്ഥാന പോലീസിന്റെ ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിലുള്ള സംഘം, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.